ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് എന്താണെന്നും അതുപോലെ അബീലിയൻ ഗ്രൂപ്പ് എന്താണെന്നും പിന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡറും പിന്നെ ഗ്രൂപ്പിനകത്തുള്ള എലമെൻസിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ എന്നിവയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് എന്താണെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ഗ്രൂപ്പോയിഡ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പോയിഡ് എന്ന് പറയുന്നത് എ നോൺ എംപ്റ്റി സെറ്റ് ജി വിത്ത് വൺ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഈസ് കോൾഡ് എ ഗ്രൂപ്പോയിഡ് ഓർ ക്വാസി ഗ്രൂപ്പ്. അതായത് ജി എന്ന് പറയുന്നൊരു നോൺ എംപ്റ്റി സെറ്റാണ്. അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ സ്റ്റാർ. ഓക്കെ, ഈ സ്റ്റാർ എന്ന് പറയുന്നത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ആവാം സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ജി എന്ന് പറയുന്ന സെറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷനിൽ ഡിഫൈൻ ചെയ്തിട്ടിരിക്കുന്നു. ഇതൊരു കോസി ഗ്രൂപ്പ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പോയിഡ് ആവണമെങ്കിൽ ജി ഈസ് ഗ്രൂപ്പോയിഡ് ഇഫ് ജി ഈസ് ക്ലോസ്ഡ് ഫോർ സ്റ്റാർ, അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു നോൺ എംപ്റ്റി സെറ്റ് ജി എന്ന് പറയുന്നത് ഗ്രൂപ്പോയിഡ് ആവണമെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇപ്പോൾ എ ബി എന്നുള്ള രണ്ട് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന ആ ഒരു സെറ്റിനകത്തുള്ള രണ്ട് എലമെൻറ്റ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നതും ആ ജി എന്ന സെറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അത് സ്റ്റാർ എന്ന് പറയുന്നത് എന്ത് ഓപ്പറേഷനാണോ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് ഏതിലുണ്ടായിരിക്കണം? ആ സെറ്റിനകത്ത് തന്നെ പ്രസൻ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജി എന്ന് പറയുന്ന സെറ്റ് എന്താണെന്ന് പറയാം? ഗ്രൂപ്പോയിഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പോയിഡ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജി കോമ സ്റ്റാർ. ഓക്കെ, ജി എന്ന് പറയുന്ന സെറ്റ്, സ്റ്റാർ എന്ന് പറയുന്നത് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പോയിഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻ കോമ പ്ലസ് അതുപോലെ ഇസഡ് കോമ മൈനസ് ക്യൂ കോമ ഇൻറ്റു. അപ്പോൾ ഇവയെല്ലാം എന്താണ്? ഗ്രൂപ്പോയിഡാണ്. എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ സെറ്റ് അണ്ടർ ദി ഓപ്പറേഷൻ അഡീഷൻ. ഓക്കെ, നാച്ചുറൽ നമ്പർ സെറ്റ് അഡീഷൻ ഓപ്പറേഷനിൽ എന്ത് പറയാം? ഗ്രൂപ്പോയിഡ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് നാച്ചുറൽ നമ്പർ സെറ്റിൽ ഏത് രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ സമ്മ് ചെയ്യുന്ന സമയത്ത് അതും ഏതിൽ പ്രസൻ്റ് ആയിരിക്കും? നാച്ചുറൽ നമ്പർ സെറ്റിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എൻ പ്ലസ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാൻ കാരണം? ഒരു ഗ്രൂപ്പോയിഡ് ആണെന്ന് പറയാൻ കാരണം. പക്ഷേ എൻ മൈനസ് എടുത്തു കഴിഞ്ഞാലോ? എൻ മൈനസ് എന്നുള്ള ഒരു ഗ്രൂപ്പോയിഡ് ആണോ? അല്ല, എൻ മൈനസ് എന്നുള്ള ഗ്രൂപ്പോയിഡ് അല്ല. കാരണം ഈ നാച്ചുറൽ നമ്പർ സെറ്റിലെ ഏതെങ്കിലും രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കില്ല, നെഗറ്റീവ് വാല്യൂയും കിട്ടും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് നാച്ചുറൽ നമ്പർ സെറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എൻ മൈനസ് എന്ന് പറയുന്നത് ഗ്രൂപ്പോയിഡ് അല്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, പക്ഷേ ഇൻറ്റിജർ സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് സബ്ട്രാക്ഷനിൽ ഗ്രൂപ്പോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ സെറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നെഗറ്റീവ് നമ്പേഴ്സ് വരും, പോസിറ്റീവ് നമ്പേഴ്സ് വരും, സീറോ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻറ്റിജർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസും ഉറപ്പായിട്ടും ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇസഡ് പ്ലസ് മൈനസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പോയിഡ് എന്ന് പറയാൻ കാരണം. അതുപോലെ റാഷണൽ നമ്പർ സെറ്റ് മൾട്ടിപ്ലിക്കേഷനിൽ എന്തായിരിക്കും? ഗ്രൂപ്പോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പോയിഡ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെമി ഗ്രൂപ്പാണ്. എന്താണ് സെമി ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഇപ്പോൾ ജി കോമ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓൾജിബ്രിക് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുക. ഓക്കെ, ജി കോമ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓൾജിബ്രിക് സ്ട്രക്ചർ അത് സെമി ഗ്രൂപ്പ് ആവണമെങ്കിൽ, ഓക്കെ, അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാർ എന്ന ഓപ്പറേഷനിൽ അതൊരു സെമി ഗ്രൂപ്പ് ആവണമെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഓൾജിബ്രിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്രൂപ്പോയിഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സെമി ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെമി ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എൻ പ്ലസ് അതുപോലെ ഇസഡ് പ്ലസ് ഇസഡ് ഇൻറ്റു പിന്നെ ഇവയെല്ലാം സെമി ഗ്രൂപ്പാണ്. ഓക്കെ, പക്ഷേ ഇസഡ് മൈനസ് എന്ന് പറയുന്നത് സെമി ഗ്രൂപ്പ് അല്ല. കാരണം എന്താ? സബ്ട്രാക്ഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സെമി ഗ്രൂപ്പ് എന്ന് മനസ്സിലായാലും ഫസ്റ്റ് പഠിച്ചത് ഗ്രൂപ്പോയിഡ് എന്താണെന്നായിരുന്നു. ഗ്രൂപ്പോയിഡ് ആവണമെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ സെമി ഗ്രൂപ്പ് ആവണമെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണം, അതുപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് മോണോയിഡ് എന്താണെന്ന് നോക്കാം.
എ സെമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോഷർ പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള സെറ്റ്. ഓക്കെ, അപ്പോൾ അത് മോണോയിഡ് ആവണമെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, ആ ഒരു സെറ്റിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൂടി പ്രസൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് പ്രസൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു സെമി ഗ്രൂപ്പ് മോണോയിഡ് ആണെന്ന് പറയാം. ഓക്കെ, എന്താണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതേ എലമെൻ്റ് തന്നെ ലഭിക്കണമെങ്കിൽ, ഓക്കെ, ആ ഒരു ഓപ്പറേഷനിൽ ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ അതേ സെയിം നമ്പർ കിട്ടുന്നത് ഏത് നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സെറ്റിനകത്തുള്ള എലമെൻറ്റിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതേ നമ്പർ തന്നെ കിട്ടുന്നത്. ഓക്കെ, അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഏത് നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിം നമ്പർ കിട്ടുക? 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോഴല്ലേ? ഓക്കെ, ഏതൊരു എലമെൻറ്റിനെയും 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് അതേ സെയിം നമ്പർ തന്നെ കിട്ടുക. ഓക്കെ, അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0യും. അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ? 1 ആണ് അല്ലേ? അപ്പോൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടുന്നത്? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0യും അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് മോണോയിഡ് ആവണമെങ്കിൽ, സെമി ഗ്രൂപ്പ് മോണോയിഡ് ആവണമെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൂടി ആ സെറ്റിനകത്ത് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നോക്കിക്കോളൂ. ഇ സ്റ്റാർ എ ഈക്വൽ ടു എ സ്റ്റാർ ഇ വിച്ച് ഈസ് ഈക്വൽ ടു എ. ഇ എന്ന് പറയുന്നതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ അതിന് ഏതൊരു എലമെൻറ്റ് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ സെമി ഗ്രൂപ്പ് n, ഇൻറ്റു. ഓക്കെ, അതൊരു മോണോയിഡാണ്. കാരണം എന്താണ്? 1 എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അത് ആ ഒരു സെറ്റിനകത്ത് പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ n ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ്? അതൊരു മോണോയിഡാണെന്ന് പറയാം. പക്ഷേ n പ്ലസ് എന്ന് പറയുന്നത് എന്തല്ല? മോണോയിഡ് അല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. n പ്ലസ് എന്ന് പറയുന്നത് മോണോയിഡ് അല്ല. കാരണം എന്താണ്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 n-ൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഗ്രൂപ്പ് എന്തെല്ലാം? മോണോയിഡ് അല്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ? സെമി ഗ്രൂപ്പും അതുപോലെ മോണോയിഡും എല്ലാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ക്വാസി ഗ്രൂപ്പാണ് പഠിച്ചത്, അഥവാ ഗ്രൂപ്പോയിഡ്. രണ്ടാമത് പഠിച്ച സെമി ഗ്രൂപ്പാണ്. സെമി ഗ്രൂപ്പിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. മൂന്നാമത് പഠിച്ച മോണോയിഡാണ്. അപ്പോൾ മോണോയിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ക്ലോഷർ പ്രോപ്പർട്ടി. അതുപോലെ രണ്ടാമത് പഠിച്ച അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. പിന്നെ സെമി ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻ എന്താ? ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നായിരുന്നു മോണോയിഡിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ മോണോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്രൂപ്പ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നോക്കാം. എ നോൺ എംപ്റ്റി set of element G is said to form a group if in G there is defined a binary operation and denoted by star such that following conditions satisfy ചെയ്യണം. ഓക്കെ, ഫോളോവിങ് 4 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് G എന്ന് പറയുന്നത് അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാറിൽ ഗ്രൂപ്പ് ആവണമെങ്കിൽ അത് ഈ പറയുന്ന 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ 3 പ്രോപ്പർട്ടീസ് നമ്മൾ ഏതിന് നോക്കിയിരുന്നു? മോണോയിഡ് ആവാനുള്ള പ്രോപ്പർട്ടീസാണ് 3 പ്രോപ്പർട്ടീസ്. ഓക്കെ, ഏതൊക്കെയാണ്? ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. എയും ബിയും ജിയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ എ സ്റ്റാർ ബി കൂടി അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാമത് പഠിച്ചത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ബി സി എന്നുള്ള 3 എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സിക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ മോണോയിഡ് ആവാനുള്ള കണ്ടീഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൂടി എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. എ സ്റ്റാർ ഈക്വൽ ടു എ വിച്ച് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനെ എന്ത് പറയാം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയാം. ഇനി ഗ്രൂപ്പ് ആവണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. അതായത് ഏതൊരു എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സ് ആ ഒരു സെറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, അതാണ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കൂ, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്. ഓക്കെ, അതിനെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. മനസ്സിലായല്ലോ? ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ല, എന്താണ് ഓപ്പറേഷൻ? അഡീഷൻ ആണെങ്കിൽ പ്ലസ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻറ്റു ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ എ ഇൻവേഴ്സിന് എന്ത് പറയാം? എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയാം.
ഓക്കെ, എന്താ പറഞ്ഞത്? എ എന്ന് പറയുന്ന എലമെൻറ്റിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ, ഏത് നമ്പർ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജി കോമ സ്റ്റാർ അല്ലെങ്കിൽ ലെസ് ദാൻ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളിനകത്ത് ജി കോമ സ്റ്റാർ എഴുതുന്നതാണ് ഗ്രൂപ്പിൻ്റെ നൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ആവണമെങ്കിൽ ഈ പറയുന്ന 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് അബീലിയൻ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കിയാലോ? നോക്കിക്കോളൂ. അപ്പോൾ ഗ്രൂപ്പ് ആവണമെങ്കിൽ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അബീലിയൻ ഗ്രൂപ്പ് ആവണമെങ്കിൽ ജി കോമ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പ് ആവണമെങ്കിൽ ഇഫ് ദി ഓപ്പറേഷൻ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. ഓക്കെ, എന്തായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്? എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും? അബീലിയൻ ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. ഫസ്റ്റ് വൺ, ഇഫ് എ ഗ്രൂപ്പ് കണ്ടെയ്ൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ് ദെൻ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളൂ എങ്കിൽ ആ ഗ്രൂപ്പ് എന്താണ്? ഫൈനൈറ്റ് ഗ്രൂപ്പും. അതുപോലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ഗ്രൂപ്പും ആയിരിക്കും. ഓക്കെ, സ്മോളസ്റ്റ് ഗ്രൂപ്പ്, ഒരു സ്മോളസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമുള്ളൊരു ഗ്രൂപ്പാണ് സ്മോളസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമുള്ള ഗ്രൂപ്പാണ് എന്ത് പറയുന്നത്? സ്മോളസ്റ്റ് ഗ്രൂപ്പ്. ദാറ്റ് ഈസ് സെറ്റ് ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓൺലി ഈസ് കോൾഡ് ദി ട്രിവിയൽ ഗ്രൂപ്പ്. ട്രിവിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമുള്ള ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? ട്രിവിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഗ്രൂപ്പും നോൺ ട്രിവിയൽ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഈ ഓരോ നോട്ട്സും മിസ്സാക്കരുത്, വ്യക്തമായി മനസ്സിലാക്കി എഴുതി വയ്ക്കുക. കാരണം ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കൂടുതലും തിയറംസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അതുകൊണ്ട് ഓരോ പറയുന്ന നോട്ട്സും വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. ജി ഈക്വൽ ടു 1 - 1 - i. ഓക്കെ, ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ് അണ്ടർ ദി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനിൽ. അത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് ആവണമെങ്കിൽ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? ക്രോഷ്യൽ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, കൂടാതെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലോഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് 2 എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഏത് 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന പ്രോഡക്റ്റ് ഈ ജിയിലുള്ള എലമെൻറ്റ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അതായത് ഇതിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനെ 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത് തന്നെയാണ്? ഇതിനകത്തുള്ള എലമെൻറ്റ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ, എക്സ്ട്രാ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ക്ലോഷ്യൽ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ്. നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ബി സി എന്നുള്ള 3 എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ അത് ഇതിൽ നിന്ന് ഏതെങ്കിലും 2-3 എലമെൻറ്റ്സ് എടുത്തിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ 2 സൈഡും ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഇനി അടുത്തത് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാ? നമുക്കറിയാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇനി ഇൻവേഴ്സ്, ഓരോ എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ന് നോക്കുക. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. -1ൻ്റെ ഇൻവേഴ്സ് ആണെങ്കിലോ 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? -1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻവേഴ്സ് -1 ആണ്. -iയുടെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴാണ് എന്താ? i ആണ് അല്ലേ? i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അതുപോലെ iയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലോ -i ആണ്. -i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പോൾ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നു. എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ആ ഒരു സെറ്റിനകത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത എന്താ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ജി എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പ് കൂടിയാണ്. 4 കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ്. ഇതിൽ 4 എലമെൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓർഡർ 4 ആണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്? 4. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എം. ഓക്കെ, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എം 2 സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് അഡീഷൻ മോഡുലോ എമ്മും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എമ്മും. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം? പ്ലസ് മോഡ് എം എന്ന് എഴുതാം,
അല്ലെങ്കിൽ പ്ലസ് എന്നിട്ടിട്ട് ചെറുതായിട്ട് സഫിക്സിൽ എന്ത് കൊടുക്കുക എം എന്ന് എഴുതാം. അല്ലെങ്കിൽ നോക്കൂ, ഈ ഒരു റൗണ്ടിനകത്ത് പ്ലസ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. ഇതൊക്കെ എന്താണ്? അഡീഷൻ മോഡുലോൻ്റെ റെപ്രസെൻറ്റേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്ന് പറയുമ്പോൾ എന്താ? ഇൻറ്റു മോഡ് എം. അല്ലെങ്കിലോ അഡീഷനിൽ ചെയ്ത പോലെ നേരെ ഇൻറ്റു സിമ്പിൾ ഇട്ടിട്ട് എം ചെറുതാക്കി എഴുതുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് അഡീഷൻ മോഡുലോ, മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അഡീഷൻ മോഡുലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നോക്കൂ, എ ബി എന്നുള്ള രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്താണോ അതാണ് അഡീഷൻ മോഡുലോ എം എന്ന് പറയുന്നത്. ഓക്കെ, റെപ്രസെൻറ്റ് ചെയ്യുന്ന നോക്കൂ, എ അഡീഷൻ മോഡുലോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് എന്ത് ചെയ്യുന്നു? എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡറാണ് അഡീഷൻ മോഡുലോ എം എന്ന് പറയുന്നത്. ഓക്കെ, എ അഡീഷൻ മോഡുലോ എം ബി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എയും ബിയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതിന് എന്ത് ചെയ്യുന്നു? എ പ്ലസ് ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, 5 അഡീഷൻ മോഡുലോ 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 + 5 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2. നെക്സ്റ്റ് 3 അഡീഷൻ മോഡുലോ 8 എന്ന് പറഞ്ഞാൽ 3 + 8 ദാറ്റ് ഈസ് 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അഡീഷൻ മോഡുലോ എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്ന് പറയുമ്പോൾ എന്താ? അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ്. ഇപ്പോൾ എ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എം ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിന് നോക്കൂ, എ ഇൻറ്റു ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഓക്കെ, എ ഇൻറ്റു ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്നേ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. 5 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 × 5 ദാറ്റ് ഈസ് 25. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എത്രയാ? 1 ആണ്. അടുത്തതുപോലെ 3 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 8 എന്ന് പറഞ്ഞാൽ 3 × 8 24. 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അത് എത്രയാ? 4 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കാം. ദി നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ആ ഗ്രൂപ്പിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് O of G അല്ലെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഓർഡർ ഓഫ് ദി ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി നോക്കിക്കോളൂ, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ്. നോക്കൂ, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ഓർഡർ ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് ഗ്രൂപ്പിന് ഫൈനൈറ്റ് ഓർഡറും ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് വിത്ത് റെസ്പെക്ട് ടു അഡീഷനിൽ എന്താണ്? അബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഈ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് അല്ലേ? അതായത് ഇൻഫിനിറ്റി, അതായത് ഫൈനൈറ്റ് അല്ല ആ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡർ എന്താ? ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, G = സെറ്റ് 1. ഓക്കെ, ഇപ്പോൾ G എന്ന് പറയുന്നത് എന്താ? അബീലിയൻ ഗ്രൂപ്പാണ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, കാരണം മൾട്ടിപ്ലിക്കേഷനിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ? 1. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിൽ അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും, അഡീഷനിലല്ല മൾട്ടിപ്ലിക്കേഷനിൽ, കാരണം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഇനി സെറ്റ് 0 എന്ന് പറയുന്നത് എന്താ? അബീലിയൻ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനിൽ അത് അബീലിയൻ ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ എന്താ? 1 തന്നെയാണ്. നമ്പർ ഓഫ് എലമെൻറ്റ് ഒറ്റ എലമെൻറ്റേ ഉള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഓർഡർ എന്താ? 1 ആണ്. ഇനി G = 1, -1 എന്ന് പറയുന്നത് അബീലിയൻ ആണ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിൽ അത് അബീലിയൻ ആണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? 1ഉം -1 രണ്ട് എലമെൻ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഒരു ഗ്രൂപ്പിനകത്തുള്ള എലമെൻസിൻ്റെ ഓർഡർ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ ഓർഡർ ഓഫ് എലമെൻറ്റ്, ഒരു എലമെൻറ്റിൻ്റെ ഓർഡറാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണെന്ന് നോക്കിക്കോളൂ. ലെറ്റ് G be a group under multiplication. G എന്ന് പറയുന്നൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ്. E എന്ന് പറയുന്ന അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. E എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. സപ്പോസ് A ഈസ് എനി എലമെൻറ്റ് ഓഫ് G. A എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ ഒരു സെറ്റിനകത്ത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. then the least positive integer n exists such that a power n equal to E. ഓക്കെ,
അതായത് എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുന്നു, ഇനി എയിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഏത് പവറിലാണോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത് അതാണ് ആ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്ന ആ പവറിനെയാണ് എന്ന് പറയുന്നത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെ ആണ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഥവാ അങ്ങനെ ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ എലമെൻറ്റിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ 0 ഓർഡർ ആണെന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ അഡിറ്റീവ് ഗ്രൂപ്പാണ്. ഇപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൻ്റെ കേസിലാണ് എന്ത് നോക്കാൻ പറഞ്ഞ്, ആ നമ്പറിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. പക്ഷേ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൻ്റെ കേസിലാണ്. ഇനി അഡിറ്റീവ് ഗ്രൂപ്പിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, ഓക്കെ, അതിൻ്റെ പവർ അല്ല എടുക്കേണ്ടത്, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അതായത് 1 2 3 ഓരോ ഡിഫറെൻറ്റ് എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, a പവർ n ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്, n ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. റേസ് ടു എഴുതുന്നതിന് പകരം n ഇൻറ്റു ആണ്. അപ്പോൾ നമുക്കിതിന് എക്സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് റിസൾട്ട് നോക്കാം. ഓർഡറിനെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓർഡർ ഓഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, അതായത് ഏതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്താലും അതിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഓർഡർ എന്തായിരിക്കും, ഏത് എലമെൻറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ഓർഡർ കാണുമ്പോൾ അത് ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. രണ്ടാമത് പറയാനുള്ളത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് എ ഇൻവേഴ്സ്, അതായത് എയുടെയും ഇനി അതിൻ്റെ ഇൻവേഴ്സിൻ്റെയും ഓർഡറൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. നെക്സ്റ്റ് ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു ഓർഡർ ഓഫ് ബി എ, ഓർഡർ ഓഫ് എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കും. ഓർഡർ ഓഫ് എ ഈക്വൽ ടു എൻ ആണെങ്കിൽ ഓർഡർ ഓഫ് എ റേസ് ടു പി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, എൻ തന്നെയായിരിക്കും. പി എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്രൈം ടു എൻ. പി എന്ന് പറയുന്നത് എന്നിന് പ്രൈം ആയിരിക്കണം, അതായത് രണ്ടിൻ്റെയും കോഫാക്ടർ 1 ആയിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇഫ് എ നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ എ ഗ്രൂപ്പ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ദെൻ ദ ഗ്രൂപ്പ് ഈസ് അബീലിയൻ. അതായത് ഒരു ഗ്രൂപ്പിനകത്ത്, ഗ്രൂപ്പ് ആവണം കേട്ടോ. ഓക്കെ, ഏതൊരു ഗ്രൂപ്പിനകത്തും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെസ് ദാൻ 4 ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും, അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ഈവൻ ഓർഡർ വരുന്ന ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈവൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 എലമെൻറ്റ് ഓഫ് ഓർഡർ 2, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റിൻ്റെയെങ്കിലും ഓർഡർ എന്തായിരിക്കും, 2 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകളെല്ലാം ഓർത്ത് വയ്ക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസിഡർ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് G ഈക്വൽ ടു 1 -1 I - I. ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഓർഡറാണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കൂ, എലമെൻറ്റ് 1 -1 I - I അല്ലേ. അപ്പോൾ ഓരോ എലമെൻറ്റ് എടുക്കാതെ നമുക്ക് 1 എടുക്കാം. 1ൻ്റെ ഓർഡർ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പല്ലേ, അതുകൊണ്ട് 1ൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് നോക്കണം അല്ലേ. അപ്പോൾ 1ൻ്റെ ഫസ്റ്റ് പവർ എടുത്തപ്പോൾ തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത് 1. ഇനി അടുത്ത എലമെൻറ്റ് -1 ആണ്. -1ൻ്റെ പവേഴ്സ് എടുത്ത് നോക്കുക. -1 റൈസ് ടു 1 -1 തന്നെ വരും അല്ലേ. -1 സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 കിട്ടുന്നത്. ആയതിനാൽ നമുക്ക് എന്ത് പറയാം, ആ n അല്ലേ, അതായത് പവർ എന്ന് പറയുന്നത് ഇവിടുത്തെ പവറാണ് ഇതിൻ്റെ ഓർഡർ, ദാറ്റ് ഈസ് 2. അടുത്തത് ഐൻ്റെ ഐയുടെ ഓർഡർ എന്താണ്, ഐയുടെ ഏത് വാല്യൂ ഏത് പവർ എടുക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്, I. പിന്നെ I² എന്ന് പറയുമ്പോൾ -1 ആണ് കിട്ടുന്നത്. I³ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്, I³ എന്ന് പറഞ്ഞാൽ -1 × I - I ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ I റൈസ് ടു 4 എടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്, 1 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ 4. ഇനി -I റൈസ് ടു 4 ആണെങ്കിലോ, -I റൈസ് ടു 4 എന്ന് പറയുമ്പോൾ -I² -I² എന്ന് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് -I എന്ന് പറയുന്നത് 4. ഇത്രയേ ഉള്ളൂ എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡിഫറെൻറ്റ് പവേഴ്സ് ചെക്ക് ചെയ്യുന്നു, അത് ഏത് പവർ എടുക്കുമ്പോഴാണ് 1 എന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്. അഡീഷൻ ആണെങ്കിൽ 0യും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 1ഉം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഓർഡർ ഓഫ് ഓൾ ദി എലമെൻറ്റ്സ് ഇൻ ദി ഗ്രൂപ്പ് Z5 - 0, മൾട്ടിപ്ലിക്കേഷൻ മോഡൽ ഓഫ് 5. ഓക്കെ, അപ്പോൾ ഇതിൽ Z5 എന്ന് പറഞ്ഞാൽ എന്താ, 5ന് താഴെയുള്ള നമ്പേഴ്സ് എഴുതുക. 0 1 2 3 4. ഓക്കെ, 0യിൽ നിന്ന് തുടങ്ങി 5ന് താഴെയുള്ള നമ്പേഴ്സ് എഴുതുന്നു, അതാണ് Z5 എന്ന് പറയുന്നത്. ഇനി Z5 - 0 എന്ന് പറഞ്ഞാൽ എന്നാൽ എന്താ, അതിൽ നിന്ന് 0 ഒഴിവാക്കിയത്. അപ്പോൾ 0 ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 2 3 4 എന്നാണ്. അപ്പോൾ ഇതിലുള്ള എലമെൻറ്റ്സിൻ്റെയൊക്കെ ഓർഡർ നമുക്ക് ഫൈൻഡ് ചെയ്യാം.
മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് മോഡിലോ 5 ആണ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? 1 ആണ് മൾട്ടിപ്ലിക്കേഷനിൽ. ഇനി 1ൻ്റെ ഓർഡർ നോക്കാം. 1ൻ്റെ ഓർഡർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇനി 2ൻ്റെ ഓർഡർ നോക്കൂ. 2ൻ്റെ ഓർഡർ എങ്ങനെയാണ് കാണുക? ഡിഫറെൻറ്റ് പവേഴ്സ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഡിഫറെൻറ്റ് പവേഴ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പായിട്ടൊന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് മൈൻഡിൽ ആലോചിച്ച് നോക്കിയാൽ തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാനായിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2ൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് നോക്കുന്നു. 2⁻1 2 തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യണം? അതിന് മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ 5 ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? 2 mod 5 ചെയ്യണം. ഓക്കെ, mod 5 ചെയ്യുമ്പോൾ 2 mod 5 എന്ന് പറഞ്ഞാൽ എന്താ? 2 തന്നെയാണ്. അതായത് 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ. എപ്പോഴും ചെറിയ നമ്പറിനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇവിടെ 2നെ അല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? ചെറുതല്ലേ, 5നേക്കാൾ ചെറുതല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ റിമൈൻഡർ ആ സെയിം 2 തന്നെയാണ് വരിക. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് 2⁻4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 mod 5 ചെയ്താൽ എന്താ വരുന്നത്? അപ്പോഴും 4 തന്നെയാണ്. ഇനി 2³ 8 mod 5 ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് കിട്ടുന്നത്, 1 കിട്ടുന്നില്ല. ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16നെ mod 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ ഓർഡർ 4. അടുത്ത 3യുടെ ഇതുപോലെ ഓർഡർ കണ്ടു നോക്കുക. 3⁻1 3 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടില്ല. 3² 9 ഡിവൈഡ് ചെയ്യുമ്പോഴും 1 കിട്ടുന്നില്ല. 3³ 27 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ വരുന്നത്. 3⁻4 എന്ന് പറയുമ്പോൾ 81 ആണ്. ഓക്കെ, 81 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 എന്ന എലമെൻറ്റിൻ്റെ ഓർഡർ 4 ആണെന്ന് പറയാം. ഇനി ഒന്നുകൂടി ഉണ്ട് 4ൻ്റെ. ഓക്കെ, 4ൻ്റെ ഓർഡർ നോക്കൂ. 4⁻1 4 തന്നെയാണ് അല്ലേ? 4 mod 5 ചെയ്ത് നമുക്ക് 4 തന്നെയാണ് കിട്ടുക. ഇനി 4² എന്ന് പറയുമ്പോൾ എന്താ? 16 ആണ്. 16 mod 5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. അപ്പോൾ 4 എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ ഓർഡർ എന്താണെന്ന് പറയാം? 2 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഗ്രൂപ്പ്, അതുപോലെ മോണോയിഡ്, സെമി ഗ്രൂപ്പ്, ക്വാസി ഗ്രൂപ്പ്, ഇവയെല്ലാം എന്താണെന്ന് പറഞ്ഞു. പിന്നെ എലമെൻറ്റിൻ്റെ ഓർഡറും ഗ്രൂപ്പിൻ്റെ ഓർഡറും എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഓരോ എലമെൻറ്റിൻ്റെയും ഓർഡർ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുമാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മോഡലോ എന്താണ്, അഡീഷൻ മോഡലോ എന്താണ്, ഓരോന്നിൻ്റെ ഡിഫറൻസ് നോക്കി എങ്ങനെയാണ് ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ഫൈൻഡ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. അഡീഷണലും മൾട്ടിപ്ലിക്കേഷൻ തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്. എപ്പോഴും മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അഡിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇൻറ്റു അല്ലെ ആ നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എക്സ്ട്രാ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.